എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് നത്തിങ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാ പ്രൊഡക്റ്റുകളും വെറൈറ്റി ഡിസൈനും വെറൈറ്റി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൻ്റെ ഫോണുകൾ തന്നെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫോണുകളെ കുറിച്ചിട്ട് അല്ല പറയാൻ പോകുന്നത്. നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും CMF ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TWS ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു CMF ബഡ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഇയർബഡ്സ് വർത്ത് ബൈങ് ആണോ, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഇയർഫോൺസ് സൂട്ടബിൾ ആയിട്ടുണ്ടാവുക, ഈ ഒരു ഇയർബഡ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇയർബഡ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസീവും യൂണീക്കുമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ലുക്കൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. ഈ ഒരു കേസിൻ്റെ സൈഡിലായിട്ട് ഒരു റോളർ ഷേപ്പിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ലോഗോയും LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ടൈപ്പ് സിയുടെ ചാർജിങ് പോർട്ടും റീസെറ്റ് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബൾക്കി ആയിട്ടുള്ള ഒരു ഫീല് തരുന്നുണ്ട്. നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്തൊക്കെ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അതൊരു പോരായ്മയായിട്ടൊന്നും തോന്നുന്നില്ല. കേസിൽ 460 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ് ടു 36 hours ഇതിൻ്റെ പ്ലേ ടൈം കിട്ടുന്നത്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.5 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ലിഡ് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇയർബഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആവുന്ന സമയത്ത് ഒരു പോപ്പപ്പ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. ഇയർബഡ്സിലേക്ക് വരുന്ന സമയത്ത് സ്റ്റംപ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് കൊടുത്തിട്ടുള്ളത്. സ്റ്റംപ് മാറ്റ് ഫിനിഷും ഇതിൻ്റെ മുകളിലായിട്ട് ടച്ച് കൺട്രോൾ ഭാഗങ്ങളൊക്കെ വരുന്ന സ്ഥലം ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഓവറോളായിട്ട് നല്ലൊരു ഡിസൈനും ബിൽഡിംഗ് ക്വാളിറ്റിയും ഈ ഒരു ഇയർബഡ്സിലും ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 45 mAh ബാറ്ററി കപ്പാസിറ്റി ഓരോ ഇയർബഡ്സിലായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8 മണിക്കൂറാണ് ഈ ഒരു ഇയർബഡ്സ് വിത്തൗട്ട് ANC പ്ലേ ടൈം കിട്ടുന്നത്. ANC എനേബിൾ ആക്കുന്ന സമയത്ത് നമുക്ക് 5.5 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ വരെ ഓരോ ഇയർബഡ്സിലും പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ഇനി കംഫർട്ട് ആൻഡ് ഫിറ്റ്നസിന്റെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഇയർബഡ്സ് ചെവിയിൽ കാര്യങ്ങളൊക്കെ കംഫർട്ടായിട്ടും ഫിറ്റ്നസ്സോട് കൂടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ANC എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി നല്ല രീതിയിലുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ANCക്ക് വേണ്ടിയിട്ട് 42 ഡെസിബിളിന്റെ ANC ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് SBC ACC എന്നീ പറഞ്ഞിട്ടുള്ള 2 കോഡുകൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ACC കോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ വോളിയത്തിലൊക്കെ സോങ് കേൾക്കുന്ന സമയത്ത് യാതൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സോങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാസ് ഇഷ്ടപ്പെടുന്നവർക്കും എക്സ്ട്രാ ബാസ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഇയർബഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇക്വലൈസർ മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇക്വലൈസർ മോഡും അൾട്രാ ബാസ് മോഡും കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് CMFന്റെ അതായത് നത്തിങ് CMFന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് കൺട്രോളിലേക്ക് വരുന്ന സമയത്തും ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ 2 ഇയർബഡ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഇയർബഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കോളിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിലും നല്ല രീതിക്ക് തന്നെ ഇവർ കോളിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുണ്ടാവുന്ന കണക്ടിവിറ്റിയുടെ ലോസും സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഇയർബഡ്സിൽ വരുന്നില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.3യും IPX54 ആണ് ഇതിന്റെ റൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ പെയറിംഗ് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് എ ടൈമിൽ ഇയർബഡ്സ് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഡിവൈസിലൊക്കെ കണക്ട് ആക്കാൻ പറ്റുന്നുണ്ട്. ലോ ലൈറ്റൻസി മോഡും ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഗെയിമൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ഒരു ഗെയിമിംഗ് മോഡ് അൾട്രാ ബാസ് ഡുവൽ പെയറിംഗ് കണക്ടിവിറ്റി ഇതൊക്കെ എനേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നത്തിങ് ഇയർബഡ്സിന്റെ ആപ്ലിക്കേഷനിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്.
ഈ ഒരു ആപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 2 ഇയർബഡ്സും ലെഫ്റ്റ് ഉള്ളതും റൈറ്റ് ഉള്ള ഇയർബഡ്സുകളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താഴെയായിട്ട് തന്നെ ഇക്വലൈസർ മോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ANC അൾട്രാ ബാസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സെറ്റിങ്ങിൽ നമുക്ക് ഇൻ ഇയർ ഡിറ്റക്ഷനും ലോ ലൈറ്റൻസി ഡുവൽ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എനേബിൾ ആക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഫൈൻഡ് മൈ ഇയർബഡ്സിൻ്റെ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഇയർബഡ്സ് വാങ്ങണോ അതോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2300 രൂപയ്ക്ക് എന്തുകൊണ്ടും നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് നോക്കുന്നവർക്ക് നത്തിങ് CMF ബഡ്സ് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് 2000 രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് വേറെ ബ്രാൻഡുകളിലും നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇയർബഡ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു CMF ബഡ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.